നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ അതെപ്പോഴും ഷോറൂം സർവീസ് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവമാണ്. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വട്ടവട ഒരു ട്രിപ്പ് പോയേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് ഒരു NS 160 ആയിരുന്നു. പോകുന്ന വഴിക്ക് ചെറുതായിട്ട് വണ്ടി എയർ വലിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് പിറ്റേ ദിവസം തന്നെ ഞാൻ നിയർ ബൈ ഉള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. അത് ഞാൻ സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്ന എൻ്റെ കസിൻ്റെ അടുത്താണ്. ആളൊരു മെക്കാനിക്കാണ്. ബട്ട് എനിക്ക് ഇത്തിരി ബിസി ആയതുകൊണ്ടും എൻ്റെ ആ കസിനും ഇത്തിരി ബിസി ആയതുകൊണ്ടും ഞാൻ നിയർ ബൈ പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി നിയർ ബൈയിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഒരു 2 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ബില്ലെന്ന് പറയുന്നത് 2300 രൂപീസിൻ്റെ ഒരു ബില്ലായിരുന്നത്. അപ്പോൾ ബേസിക്കലി സംഭവം കാർബറേറ്റർ ക്ലീൻ ചെയ്യാത്തതിൻ്റെയും അതിൻ്റെ ആ പെട്രോൾ ഫിൽറ്ററിൻ്റെ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ബില്ല് വന്നപ്പോൾ അതിനകത്ത് ഓയിൽ ചേഞ്ച് നടത്തി, എയർ ഫിൽറ്റർ മാറി, അതുപോലെ തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്തു. പിന്നെ അഡീഷണൽ എക്സ്ട്രാ ചാർജ് എല്ലാം കൂടെ കൂട്ടി 2300 രൂപയുടെ ഒരു ബില്ല് കിട്ടി. പൊതുവേ ഞാൻ ബൈക്കിൻ്റെ ഒരു ഓയിൽ ചേഞ്ച് നടത്തുക എന്ന് പറഞ്ഞാൽ 2500-3000 കിലോമീറ്റർ ആകുമ്പോഴാണ്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു ഓയിൽ ചേഞ്ച് നടത്തിയുള്ളൂ. പക്ഷേ ഒരു കാർബറേറ്റർ കംപ്ലയിൻറ്റ് ഇവർ എന്തിന് ഓയിൽ ചേഞ്ച് നടത്തിയെന്നാണ് എൻ്റെ ഒരു ചോദ്യം. വണ്ടി ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വണ്ടി കൊണ്ട് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിന് പോയി തിരിച്ച് വന്നപ്പോൾ എനിക്ക് സ്റ്റിൽ ആ ഒരു മിസ്സിങ് അനുഭവപ്പെട്ടു. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറയുന്നത് അത് ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി കാണിക്കണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനൊരു ഇലക്ട്രിക്കൽ ഇഷ്യൂ വരാനാണ് ചാൻസ് എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ ഈ വണ്ടി കൊണ്ട് അത് നേരെ സ്ട്രൈറ്റ് എൻ്റെ കസിൻ്റെ അടുത്തോട്ട് തന്നെ പോയി. അപ്പോൾ അവൻ അത് ഓടിച്ച് നോക്കിയപ്പോൾ സ്റ്റിൽ അത് ആ ഒരു ഫ്യൂൽ കൺസ്യൂമിങ്ങിനെ ബേസ് ചെയ്തതാണ്, അതായത് കാർബണിൻ്റെ ഇഷ്യൂ തന്നെയാണെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡൗട്ട് അടിച്ചിട്ട് പുള്ളിയുടെ അടുത്തോട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടെ മറുപടി ഇങ്ങനെയാണ്. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് ചേട്ടൻ എന്ന് പറ. ഇതിപ്പോ എന്നാ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷോറൂമിൽ കൊടുത്ത് അതിന്റെ കോയിൽ നിങ്ങൾ ചെയ്യുന്ന കാർബറേറ്റർ ക്ലീൻ ചെയ്ത് 500-600 രൂപ പണിക്കൂലി ഉണ്ട്. നമുക്കത് നോക്കാനുള്ള സംവിധാനം ഇല്ല. ഞാൻ പറഞ്ഞു എടാ NS നോക്കണേ താഴെ ചോദിച്ചു നോക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞാണ്. ഞാൻ ചോദിക്കട്ടെ, വന്നപ്പോൾ മിസ്സിങ് ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചു പോകുമ്പോ മിസ്സിങ് കാര്യങ്ങളില്ലായിരുന്നു. നമ്മളെ ചെയ്യാൻ പറഞ്ഞ കാർബറേറ്റർ വണ്ടി റെഡി ആവില്ല എന്ന് ഉറപ്പില്ല. ഉറപ്പ് പറയാൻ പറ്റില്ല ഏത് വണ്ടി റെഡി ആവുന്ന റെഡിയാത്ത ഞാൻ എങ്ങനെ പറയുന്നത്. പിന്നെ എനിക്കിത് വെച്ച് നോക്കാനല്ലേ പറ്റുള്ളൂ. കാർബറേറ്റർ ക്ലീനിങ്ങിന് 2000 ചേട്ടൻ ബില്ല് തന്നു. ചേട്ടൻ സാധനം മാറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വണ്ടി ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ജസ്റ്റ് വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. വണ്ടിയുടെ പെട്രോൾ ഫിൽറ്റർ ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ കാർബറേറ്റർ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ ക്ലീനും ചെയ്തിട്ടില്ല. പിന്നെ ആകെ മാറിയേക്കുന്നതെന്ന് പറയുക ഈ എയർ ഫിൽറ്ററും കാർബറേറ്ററിൻ്റെ ഒരു നീഡിലും പിന്നെ ഓയിൽ ചേഞ്ചുമാണ് നിലവിൽ ആൾ നടത്തിയേക്കുന്നത്.